ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നയന ആദർശിൻ്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ പിന്നെ നയനയും നമ്മുടെ കനകയോട് പറയണം, അമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ കനക അന്വേഷിക്കുന്നുണ്ട് മോൾ എവിടെയാണ് പോകുന്നതെന്ന്. അത് ഞാൻ കല്യാണി ഒന്ന് കാണാൻ പോകുന്നത്, കല്യാണി കണ്ടിട്ട് ഒത്തിരി കാലമായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നയന പോകുന്നത് നമ്മുടെ അനിയുടെ പുറകിലാണ്. അനിക്ക് എന്താണ് ഉള്ളിൽ മറ്റേതെങ്കിലും ഒരു പെണ്ണുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് പെൺകുട്ടിയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ നയന പോയത്. അപ്പം നയന പോയി അവിടെ ബീച്ചിൻ്റെ അവിടെ ചെന്ന് നയന നമ്മുടെ അനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അനി ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നു. ശരിക്കും അനി കാണാൻ അല്ലെങ്കിൽ അനി ഫോൺ ചെയ്തതും അനിയെ കാണാൻ വേണ്ടി നിൽക്കുന്നതും നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു ഇതിനിടയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ മോളെ, അതൊരു ഫ്രണ്ടിനെ കാണണം, വേറെ എങ്ങോട്ടും അല്ലച്ചേ, പേടിക്കണ്ട എന്നൊക്കെ നന്ദു ഗോവിന്ദനോടും പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു വരുന്ന വഴിക്ക് നമ്മുടെ അനി വിളിക്കുന്നുണ്ട്. നന്ദു നീ എവിടെയായി, ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ പെട്ടെന്ന് വാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വരണം എന്നൊക്കെ പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ നയന ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അനി ഇതാരെയാണ് വിളിക്കുന്നത്, അനി ആരാ കാണാൻ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അനാമികയും ഫ്രണ്ട്സുമായിട്ട് അതുവഴി വരികയാണ്. അപ്പം അനാമികയുടെ കൂടെ വന്ന ഫ്രണ്ട് നമ്മുടെ അനിയെ കണ്ടു. അപ്പോൾ ആ ഫ്രണ്ട് പറയണടാ നോക്കൂ, നിൻ്റെ വുഡ് ബി നിൽക്കുക അനി എന്ന് പറയുക, ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന കാണുന്നത് അനാമികയാണ്. അനാമികയും കുറച്ച് ഫ്രണ്ട്സും കൂടി ആയിട്ട് അനിയുടെ അടുത്ത് വരുന്നതാണ്. അപ്പം നമ്മുടെ നയനയ്ക്ക് അത് ആശ്വാസവും, അനാമികയായിരുന്നു അല്ലേ, അപ്പോൾ വേറെ ആരും അല്ല എന്നൊക്കെ പറഞ്ഞ് നയന അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക ചെല്ലുമ്പോൾ പറയുന്നത്, നീ എന്താ ഇവിടെ, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ, എന്നൊക്കെ ചോദിച്ച് മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ അനാമിക അനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അനി എന്ത് ചെയ്യും, ആ സമയത്ത് അവരെല്ലാവരും ഒന്ന് നോക്കിയിട്ട് ശരി എന്നൊക്കെ, ഇപ്പോൾ ഇവളെന്താ ഈ നേരത്ത്, ഇപ്പോൾ നന്ദു എത്തുമല്ലോ, എവിടെ പോയാലും എനിക്ക് ശകുനം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ നിനക്ക് ആളായല്ലോ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനിയും അനാമികയും കൂടി ഒരു റെസ്റ്റോറൻറ്റിനകത്ത് നിന്ന് ഒരു ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്തോ നിനക്കുണ്ട് ഒരു കള്ളത്തരം പോലെ, നീ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, നിനക്ക് നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിൻ്റെ മനസ്സൊന്നും ഇവിടെ അല്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക ഒരു കുറ്റപ്പെടുത്തൽ പോലെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, നിനക്ക് ഏത് നേരം നോക്കിയാലും നമ്മൾ തമ്മിൽ കാണുന്ന സമയം മുഴുവൻ നിനക്ക് നന്ദുവിനെ കുറ്റം പറയാനേ സമയമുള്ളൂ, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നീ എന്തിനാ വെറുതെ നന്ദുവിനെ കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനിയും പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനന്തപുരിയിൽ നമ്മുടെ നയന എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യയെ തലമുടിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് തലയൊക്കെ മുടിയൊക്കെ കോതി ഒതുക്കി ചീക്കി കൊടുക്കുകയാണ് നമ്മുടെ കനക. അപ്പോൾ കനക പറയുന്നത്, നയനമോൾ വന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കനകയും നവ്യയും കൂടെ പറയുന്നുണ്ട്, എന്തോ നമ്മുടെ ഇവിടെ ഒരു മരുമക്കളായിട്ട് വന്നിട്ട് അതിൻ്റെ സ്ഥാനമൊന്നുമില്ല, 7ാം മാസം ആയെങ്കിൽ മോളെ ഞാൻ വിളിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ പറയാം, അമ്മ 7ാം മാസം വരെ ഒന്നും കാത്തിരിക്കേണ്ട, നമുക്ക് അതിന് മുന്നേ തന്നെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ പറയാം, മോള് തന്നെയാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അതെ അമ്മ, ഇപ്പോഴും ഞാൻ എൻ്റെ ശരിക്കും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത് എന്ന് നമ്മുടെ നവ്യയും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയന വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു മോളെ, അത് ഞാൻ പുറത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നന്ദുവിന് എന്ത് പറ്റിയെന്ന് എനിക്ക് വീട്ടിൽ നിന്നിട്ടും എനിക്ക് അറിയാൻ സാധിച്ചില്ല. അപ്പോൾ അനിയെ ഒന്ന് ഫോളോ ചെയ്ത് ഞാൻ പോയതാണ്, അവൻ പുറത്തേക്ക് പോയി ആരെയാണെന്ന് നോക്കാൻ. അപ്പോൾ കനക പേടിക്കുന്നുണ്ട്, ആരെയാ മോളെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നത്, ആരെയാ അവൻ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് അനാമികയെ തന്നെയാണ്, എന്താ പറ്റിയെന്ന് അറിയില്ല, നമ്മുടെ അനിക്കും പ്രശ്നമാണ്, അനിക്ക് ഈ കല്യാണത്തിനൊരു സമ്മതം ഇല്ലാത്തതുപോലെ ഒരു ഇഷ്ടക്കേടുള്ളതുപോലെയും പിന്നെ നമ്മുടെ നന്ദുവിനും പ്രശ്നമാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ പ്രശ്നം നീ വീട്ടിൽ നിന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ലേ നയനേന്ന്. ഇല്ല, അവളൊന്നും പറയുന്നില്ല, അവൾ ഒന്നും എന്ത് ചോദിച്ചാലും അവൾക്ക് മൗനമാണ് എന്നൊക്കെ നമ്മുടെ നയനയും പറയുന്നുണ്ട്. എന്തായാലും ഇത് അറിഞ്ഞേ പറ്റൂ, ഇനി അനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണെങ്കിലും അനി നമ്മുടെ നെല്ല് മുളച്ച സമയത്തുമൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അപ്പച്ചിയും അഭിയുമാണ്, അതിനൊപ്പം തന്നെ നമ്മുടെ അനിയും സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കാര്യകാരണം എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ നയനയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനകയ്ക്ക് ഒരു ചെറിയൊരു പേടി, ഉൾഭയം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കനക എന്നിട്ട് ഒന്നും വിട്ട് പറയുന്നുമില്ല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ മോളെ, അവൾ എന്തായാലും കല്യാണമൊക്കെ ഫിക്സ് ചെയ്തില്ലേ, കല്യാണം കഴിയുന്നത് വരെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണത്തുള്ളൂ, കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോൾ നയന പറയാം, അതൊന്നും അല്ലമ്മേ, എന്തായാലും എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നയന ആ ഭാഗത്തേക്ക് പോകുമ്പം പറയും, നീ എവിടെയായിരുന്നു, ഞാൻ കരുതി നീ നിൻ്റെ വീട്ടിൽ പോയിന്ന്. ഇല്ല, ഞാൻ എൻ്റെ വീട്ടിലൊന്നും പോയില്ല, പോകണമെങ്കിൽ പോകാം, ഞാൻ വീട്ടിൽ നിന്നതാണല്ലോ, എനിക്ക് അവിടെ ഭയങ്കര സന്തോഷമാണ്, അച്ഛനൊപ്പവും അനിയത്തിക്കൊപ്പമൊക്കെ നിന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു, പിന്നെ എന്തിനാ ആദർശേട്ടൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, പിന്നെ മുത്തശ്ശൻ്റെ ഒരു അസുഖം കാരണം അവൻ കൊണ്ടുവന്നതായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ല അമ്മേ, അമ്മ പറഞ്ഞു, അമ്മ തന്നെ ആദർശേട്ടനോട് പറഞ്ഞു എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ
പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ പിന്നെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ പോകുന്നെങ്കിൽ പൊക്കോ, ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് നിന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ നയനയ്ക്ക് കൊള്ളാവുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടനും അമ്മയ്ക്കും ഒന്നും ഞാൻ പോകുന്ന ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ അത് തോറ്റു തരാനൊരു മടിയുള്ളത് പോലെ എന്ന് നയന മനസ്സിലും പറയുന്നു. ഇതിനിടയിൽ നമ്മൾ അനാമികയും അനിയും കൂടി ഇങ്ങനെ ജ്യൂസൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിമിഷ്ടത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, നിനക്കെന്താ പോകണോ, നീ ഇവിടെ ആണെങ്കിൽ നിൻ്റെ മനസ്സിവിടെ അല്ലല്ലോ എന്നൊക്കെ. അതെ, എൻ്റെ മനസ്സിവിടെ അല്ല, നിൻ്റെ ഫ്രണ്ട് വരുമോ എന്നല്ലേ പറഞ്ഞത്, വരും, അപ്പോൾ എന്നാൽ നീ പോകുന്നെങ്കിൽ പൊയ്ക്കോ. അപ്പോൾ എനിക്ക് ആശ്വാസമാവും, നന്ദു അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അതോ ഇനി പോയോ എന്ന് തോന്നുന്നു. അനി പെട്ടെന്ന് തന്നെ അവിടെ എഴുന്നേറ്റ് ചെന്ന് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നന്ദു അനിയും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേരം ആ സമയം തന്നെ നമ്മുടെ അനാമിക പറയുകയാണ്, ഇവൻ ആരെയാണ് കാണുന്നതെന്ന്, ഏത് ഫ്രണ്ടാണെന്ന് അറിയണമല്ലോ, ഇവൻ്റെ പുറകിലൊന്ന് പോകാം എന്നും പറയാൻ നമ്മുടെ അനാമികയും പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദു അനിയും കൂടെ സംസാരിക്കുമ്പോൾ പറയുകയാണ്, അനാമിക വന്നടോ ഇതിനിടയിൽ, അതാ തന്നോട് അടുത്ത് പെട്ടെന്ന് വരാൻ കഴിയാത്തത്. അനാമിക വന്നോ? അതെ. അപ്പോൾ പറയാം, എന്താ കാണണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കല്യാണം വേണ്ട, ഞാൻ തന്നോടെല്ലാം പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്, താൻ തൻ്റെ ചേച്ചിമാർക്കൊപ്പം അനന്തപുരി തറവാട്ടിലേക്ക് അനിയത്തിയായിട്ട് വരാൻ തനിക്ക് കഴിയില്ലേ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. താൻ എസ് എന്നൊരു ആൻസർ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല അനി, ഇപ്പം ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞാലും അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ പറയാം, അത് അനാമികയെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ്, അനിയുടെ എന്തായാലും കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്തായാലും ഒരു കരടായിട്ട് ഞാനില്ലയെന്ന്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല, താൻ എന്തായാലും എനിക്കൊപ്പം അവിടെ തൻ്റെ ചേച്ചിമാർക്കൊപ്പം ഒരു അനിയത്തിയായിട്ട് അനന്തപുരിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നൊക്കെ നമ്മുടെ പിന്നെ നന്ദുവിനോട് അനി പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് സമ്മതമാണോ അല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അനാമിക കാണുന്നുമുണ്ട്. അപ്പോൾ സമ്മതമാണോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നന്ദുവിനെ കാണിച്ചാണ് നമ്മുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്